അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല, ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തര വേള അനുവദിക്കണം പ്ലീസ്. ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത്. ഏതൊരു ചർച്ചയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളൊരു ഗവൺമെന്റ്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. നിയമസഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന് ഭരണപക്ഷം ആരോപിച്ചെങ്കിലും തുടർ ദിവസങ്ങളിൽ അധിക്ഷേപത്തിലേക്ക് വഴിമാറി. കടകംപള്ളി സുരേന്ദ്രന് നേരെയും മോഷണത്തിന്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷം തിരിച്ചു. UDFന്റെ കാലത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എല്ലാം ശരിയായിരുന്നു എന്ന് പറയാനാവില്ല. എന്നാൽ കോടതി ഇടപെട്ടത് ഇടത് ഭരണകാലത്തെ മാത്രം ക്രമക്കേടിലേക്കായതിനാൽ പ്രതിപക്ഷത്തിന് ആശ്വാസമാണ്. പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ? എന്താ അത് കാണിക്കുന്നത്? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക. എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻവാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ചൻവാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു പോലീസിനെ വാച്ച് ആൻഡ് വാർഡിനെ വെച്ചുകൊണ്ടാണ് ഞങ്ങളെ പ്രതിരോധിക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രമിച്ചത്. സർ, രണ്ടാമത്തെ കാര്യം, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള അങ്ങേക്ക് ഞങ്ങൾ ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ ഓവറിൽ ഉന്നയിക്കാൻ പറ്റുമോ? നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ. അതെ, നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനെങ്കിൽ ഓക്കെ, ഞാൻ ഡിനായുന്നില്ല, ചെയർ ഡിനായുന്നില്ല. പക്ഷേ അതെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ യൊക്കെയാണ്, അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. അല്ലല്ല, അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം വായി തോന്നിയതെല്ലാം പറഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ദിവസം ഒരു ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. അങ്ങ് പറഞ്ഞോ.
പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ സാർ ഒരു സ്ത്രീയെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ് സാർ. ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സാർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ധിക്കാരമാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ? കടകംപള്ളിക്കെതിരെ മാത്രമല്ല VN വാസവനെതിരെയും ആരോപണം നീളുന്നു. കഴിഞ്ഞ മാസം സ്വർണ്ണപ്പാളികൾ രഹസ്യമായി കൊണ്ടുപോയെന്ന് കോടതി പോലും പറഞ്ഞിട്ടും എല്ലാം സുതാര്യമായിരുന്നുവെന്ന് PS പ്രശാന്തിനെ പോലെ മന്ത്രി VN വാസവനും പറയുന്നതിന് വിശ്വാസ്യത കിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ ഒന്നും മറയ്ക്കാനില്ലാത്തതുകൊണ്ടും കൃത്യമായി അതിന് അന്വേഷണം നടക്കണമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ നീക്കം തന്നെ ഗവൺമെന്റ് തികഞ്ഞ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയാണ് ഈ കാര്യത്തിൽ നീങ്ങിയത്. അതിനകത്ത് ഒരു സംശയത്തിൻ്റെയും പ്രശ്നങ്ങളില്ല. ഇവിടെ ഈ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ 2 പ്രാവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഈ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് സർ വിശ്വാസത്തിലെടുക്കുക? മണിയടിച്ചിട്ട് തൂത്താൽ ഒച്ചയാക്കാതിരിക്കൂ. കളവ് പറയുന്ന രംഗത്ത് യഥാർത്ഥത്തിൽ എന്തും വിളിച്ചു പറയാൻ രൂപത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ യോജിക്കുന്ന കാര്യമാണ്. സത്യസന്ധമായി പറയേണ്ട കാര്യങ്ങൾ സഭയിൽ അങ്ങനെ വേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇപ്പോൾ കളവ് പറയുന്നെങ്കിൽ ആരെയാണ് ഈ സഭയിൽ ഒരു കള്ളനെന്ന് വിളിച്ച് ഇവിടെ ഭരണം നടത്തിയിട്ട് പോയാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്? മറിച്ച് ഇവിടെ വന്നിട്ട് കടകംപള്ളി രാജിവെക്കണമെന്നും ഞാൻ രാജിവെക്കണമെന്നും പറയുന്ന കൂട്ട് ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു FIR ഞങ്ങളുടെ ആരുടെയെങ്കിലും പേരിലുണ്ടോ? പറ. എന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് രസമുണ്ട്. ഏതെങ്കിലും ഒരു ആക്ഷേപം ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അന്നത്തെ മന്ത്രി എന്ന രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്നത്തെ മന്ത്രിയോട് ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല. അല്ല, ഇന്നത്തെ മന്ത്രിയോട് ബന്ധപ്പെട്ട് എൻ്റെ ഭരണഘടന അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്. ഒരു സമനില തെറ്റിയ ഒരാളിൻ്റെ ആക്ഷേപമായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സാർ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന്, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം. ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ സഭ ചർച്ച ചെയ്യേണ്ടല്ലേ? നിങ്ങൾ വലിയ പണ്ഡിതന്മാരല്ലേ? നിങ്ങൾ വലിയ പാണ്ഡിത്യമുള്ളവരല്ലേ? ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യാതെ അവിടെ നിന്ന് എല്ലാ ചർച്ചയും തടസ്സപ്പെടുത്തുന്നതല്ല. ഇത് സുതാര്യതയുടെ കാലമാണ്. ധൈര്യമുണ്ട്, ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ തന്നിരിക്കുന്ന വേദിയാണ്. തെരഞ്ഞെടുത്ത ആഴ്ചയ്ക്ക് ഇവിടെ ചർച്ച ചെയ്യാനാണ്, തൂമിത്തോപ്പിക്കാനല്ല. ശബരിമലയ്ക്ക് പിന്നാലെ മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം നഷ്ടപ്പെടുന്ന വാർത്തകൾ വരുന്നു. ഇടനിലക്കാർ വഴിയുള്ള തട്ടിയെടുക്കലാണ് മിക്കതും. മല പോലെ വരുന്നത് എലി പോലെ പോകും എന്ന പ്രതീക്ഷയാണ് സർക്കാരിനും LDFനും. എന്നാൽ അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസികൾക്കൊപ്പമെന്ന് മേനി പറഞ്ഞ് തൊട്ടു പിന്നാലെ വന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ തെളിവുകൾ ഉണ്ടാക്കിയ മുറിവ് അത്ര പെട്ടെന്ന് ഉണക്കാവുന്നതല്ല. അയ്യപ്പ സംഗമത്തിന് അകമഴിഞ്ഞ് പിന്തുണ നൽകിയ NSSും SNDPയും പോലും സമുദായ അംഗങ്ങളോട് സമാധാനം പറയേണ്ടി വരും എന്ന ബോധ്യത്തിൽ നിലപാട് തിരുത്തി വന്നതും ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റാത്തതിനാലാണ്.